ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2025 നമ്മൾ കാലെടുത്ത് വെച്ചു. ഈ വരുന്ന വർഷത്തിൽ വരാൻ പോകുന്ന LLB LLM എൻട്രൻസ് ഒക്കെ എഴുതി നല്ലൊരു ലോ കോളേജിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണ്. എങ്ങനെ ഒരു ലോ എൻട്രൻസിന് വേണ്ടി പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ലോ എൻട്രൻസ് പഠിക്കേണ്ടത്, ഹൗ ടു സ്റ്റഡി ഫോർ ആൻ ലോ എൻട്രൻസ്. പ്രത്യേകിച്ച് +2 കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. എങ്ങനെയാണ് ഈ ലോ എൻട്രൻസിന് എങ്ങനെയാണ് പഠിക്കുക, അല്ലെങ്കിൽ ഒരു എൻട്രൻസിന് എങ്ങനെയാണ് പഠിക്കുക? +2 പഠിക്കുന്ന പോലെ പഠിച്ചാൽ മതിയോ? എൻട്രൻസ് ആ രീതി പഠിച്ചോ കിട്ടുമോ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡൗട്ട്സ് +2 കഴിഞ്ഞ് കുട്ടികൾക്കാണ് മെജോറിറ്റി ഉള്ളത്. ഡിഗ്രി കഴിഞ്ഞ് വരുന്ന ഒട്ടുമിക്ക ആൾക്കാർ PSC ഒക്കെ എഴുതി അവർക്ക് അത്യാവശ്യം ഈ മത്സര പരീക്ഷ അല്ലെങ്കിൽ എൻട്രൻസിനോട് അവർക്ക് എങ്ങനെ പഠിക്കേണ്ടതെന്ന് അവർക്കറിയാം. അപ്പോൾ മെയിനായിട്ട് ലോ എൻട്രൻസിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഹൗ ടു സ്റ്റഡി ഫോർ ആൻ ലോ എൻട്രൻസ്. അപ്പോൾ നമ്മുടെ കണ്ടന്റ് ഒക്കെ ഹെൽപ്ഫുൾ ആണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഒരു ലോ എൻട്രൻസിന് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട 10 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഓക്കെ, അല്ലെങ്കിൽ ലോ എൻട്രൻസ് എങ്ങനെ പഠിക്കണം എന്ന് ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടി അവർക്ക് മനസ്സിൽ വെക്കേണ്ട ഒരു 10 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് മാനർ ഓഫ് എക്സാമിനേഷൻ ആണ്. ഒരു എക്സാമിന്റെ രീതി നമ്മൾ മനസ്സിലാക്കുക. ആ എക്സാമിന്റെ രീതി മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രോപ്പറായി പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഡിഗ്രി എഴുതുന്നു, പാസ്സാകുന്നു, +2 പരീക്ഷ എഴുതുന്നു, നിങ്ങൾ പാസ്സാകുന്നു, ഓക്കെ, അവിടെയൊക്കെ പാസിംഗ് സംവിധാനമാണ്, ഓക്കെ. പക്ഷേ ഒരു എൻട്രൻസ് അല്ലെങ്കിൽ പ്രവേശന പരീക്ഷ അല്ലെങ്കിൽ മത്സര പരീക്ഷ എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. +2 ഡിഗ്രി എന്ന് പറഞ്ഞ സബ്ജക്റ്റീവ് എക്സാമിനേഷനാണ്. പക്ഷേ ഇവിടെ ഒബ്ജക്റ്റീവ് എക്സാമിനേഷനാണ്. കുറച്ച് സീറ്റുകളിലേക്ക് അനേകായിരം പേര് മത്സരിക്കുന്നു. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആൾക്കാരെ പിക്ക് ചെയ്യുന്നു, അവർക്ക് മെറിറ്റ് സീറ്റ് കൊടുക്കുന്നു. അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആൾക്കാർക്ക് ഗവൺമെന്റ് മെറിറ്റ് കൊടുക്കുന്നു. അതാണ് ഒരു എൻട്രൻസ് അല്ലെങ്കിൽ പ്രവേശന പരീക്ഷ അല്ലെങ്കിൽ മത്സര പരീക്ഷ എന്ന് പറയുക. അപ്പോൾ ഇവിടെ പാസ്സായാൽ മാത്രം പോരാ, നമ്മൾ പാസ്സായി ഏറ്റവും ബെസ്റ്റ് ലെവലിലേക്ക് എത്തണം. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഓൾ അബൌട്ട് സ്റ്റഡീസ് മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യണം, വി ഷുഡ് ബി കോമ്പീറ്റന്റ്. നമ്മൾ മത്സരിക്കാൻ തയ്യാറാണോ, മറ്റുള്ളവരായിട്ട് മത്സരിച്ച് മികച്ചൊരു ഇതിലേക്ക് എത്തണം. എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സക്സീഡ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ മാനർ ഓഫ് എക്സാമിനേഷൻ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഒരു എൻട്രൻസ് പ്രവേശന പരീക്ഷ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് എൻറ്റൈറ്റിയാണ്. നിങ്ങളുടെ +2 പരീക്ഷയെ പോലെയോ ഡിഗ്രി പരീക്ഷയെ പോലെ അല്ല, ഓക്കെ. അപ്പോൾ അതിനെ അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പാസ്റ്റ് ഒന്നും ഇവിടെ മാറ്റർ ചെയ്യില്ല. ഇപ്പോൾ നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മുടെ മൈൻഡിൻ്റെ ബാക്കിൽ നിന്ന് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന കുറച്ച് ഫാക്ടറുകളുണ്ട്, ഇല്ലേ? സാർ, ഞാൻ +2 മലയാളം മീഡിയത്തിലാണ് പഠിച്ചത് സാർ, ഞാൻ 10 വരെ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്, എനിക്കിത് പറ്റുമോ സാർ, എന്നെക്കൊണ്ട് സാധിക്കുമോ സാർ, എനിക്ക് ഡിഗ്രിക്ക് മാർക്ക് ഭയങ്കര കുറവാണ് സാർ, എന്നെക്കൊണ്ട് ഇത് സാധിക്കുമോ, ഇങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും ഇവിടെ ഒരു മാറ്റർ, ഇതൊക്കെ ഒരു ജസ്റ്റ് എക്സ്ക്യൂസ് ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. എൻട്രൻസ് എഴുതാൻ നിങ്ങൾക്ക് മിനിമം മാർക്ക് മതി, 45% മതി. ജനറൽ ആണ് 45, OBC ആണ് 42, SC ST ആണ് 40. അപ്പോൾ ഈ മിനിമം മാർക്കുള്ള ആർക്കും എഴുതാം. നിങ്ങൾക്ക് +2 100% ഉണ്ടെന്ന് വെച്ച് നിങ്ങൾക്ക് എൻട്രൻസ് കിട്ടണമെന്നില്ല. ഇനി +2 നിനക്ക് 70% ഉള്ളൂ, നിങ്ങൾക്ക് എൻട്രൻസ് കിട്ടില്ലെന്നില്ല. സോ നിങ്ങളുടെ പാസ്റ്റ് ഒന്നും ഇവിടെ മാറ്റർ ചെയ്യുന്നില്ല. ഒരു എൻട്രൻസിനെ അതിൻ്റെതായ മെറിറ്റിൽ കണ്ട് അതിൻ്റെതായ രീതിയിൽ പ്രോപ്പറായി സിലബസ് മനസ്സിലാക്കി ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് 70, 80, 100, 40 ഒന്നും ഇവിടെ മാറ്റർ ചെയ്യുന്നില്ല. സോ ഡിഗ്രിക്ക് പാസ് മാർക്കേ ഉള്ളൂ, എനിക്കിത് പറ്റില്ല അങ്ങനെയെന്നുള്ളൂ, ഇതൊക്കെ ജസ്റ്റ് ലെയിം എക്സ്ക്യൂസസ് മാത്രമാണ്. ഗൈസ്, യുവർ പാസ് ഡസൻ മാറ്റർ. ഇതൊരു സെപ്പറേറ്റ് സാധനമാണ്. ഇത് അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മാനർ ഓഫ് സ്റ്റഡിയാണ്. ഞാൻ പറഞ്ഞു, നമ്മുടെ ക്ലീ അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന ഏത് ലോ എൻട്രൻസ് ആണെങ്കിലും നമ്മുടെ എക്സാം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് എക്സാമിനേഷനാണ്. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തെറ്റുകൾ വരുത്താൻ പറ്റില്ല. തെറ്റുകൾ വരുത്തി എന്ത് പറ്റും, നമുക്ക് കിട്ടിയ മാർക്കും കുറയും. അപ്പോൾ നമ്മുടെ സ്റ്റഡി എപ്പോഴും ക്ലാരിറ്റിയോടെ വേണം പഠിക്കാൻ. കാര്യങ്ങൾ മനസ്സിലാക്കി ക്ലാരിറ്റിയോടെ വേണം നമ്മൾ പഠിക്കാൻ, ഓക്കെ. അപ്പോൾ നമ്മുടെ മാനർ ഓഫ് സ്റ്റഡി
ഒരു എൻട്രൻസിന് അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ പഠിക്കണം. ഓക്കെ, +2 പഠിക്കുന്നതോ ഡിഗ്രി പഠിക്കുന്ന പോലെ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. എൻട്രൻസിന് അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രോപ്പറായിട്ട് നോട്ട്സ് ഉണ്ടാക്കണം. ഇപ്പം നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ കോച്ചിങ്ങിന് പോണവരാണെങ്കിൽ അല്ലാത്തവരാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ക്ലാസ് യൂട്യൂബിലൂടെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. പ്രോപ്പറായിട്ടുള്ള ലെക്ചർ നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ +2 നിങ്ങൾക്ക് റെഡിമെയ്ഡ് നോട്ട്സ് നിങ്ങൾക്ക് തരും. ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ചില സ്ഥലത്തൊക്കെ നോട്ട്സ് അവർ തന്നെ റെഡിമെയ്ഡ് ആയിട്ട് പ്രിന്റ് എടുത്തും ക്ലാസ്സിൽ ഡിക്റ്റേറ്റ് ചെയ്തും കൊടുക്കും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ റെഡിമെയ്ഡ് നോട്ട്സ് ഒന്നും നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ലെക്ചർ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. നോട്ട്സ് എന്ന് പറയുന്നത് അസറ്റാണ്. ഈ നോട്ട്സിനെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് റിവൈസ്. റിവിഷൻ എന്ന് പറയുന്നത് പ്രവേശന പരീക്ഷയെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട ഒരു കാര്യം, എൻട്രൻസ് സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട ഒരു കാര്യം റിവിഷൻ. അപ്പോൾ റിവിഷൻ ചെയ്യണമെങ്കിൽ നോട്ട്സ്. അപ്പോൾ നോട്ട് പ്രിപ്പറേഷൻ വളരെ പ്രധാനപ്പെട്ട, നിങ്ങളുടെ സക്സസിനെ തീരുമാനിക്കുന്ന ഒന്നാണ് നോട്ട് പ്രിപ്പറേഷൻ. അപ്പോൾ നിങ്ങൾ ലെക്ചർ നോട്ട്സ്, പ്രോപ്പറായിട്ടുള്ള ലെക്ചർ നോട്ട്സ് നിങ്ങൾ കീപ്പ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്ബുക്ക് വയ്ക്കുക. കൃത്യമായിട്ട് അതിൽ എഴുതി നിങ്ങൾ വെക്കുക. ആ എഴുതി വെച്ച സാധനം ഇടയ്ക്ക് വായിക്കാനും നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക. 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. ഗൈസ്, ഹാർഡ് വർക്ക് ഓൾവേസ് ബീറ്റ്സ് ടാലൻറ്റ്. ഓക്കെ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന റിസൾട്ട്സ് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ തേടി വരും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട. പക്ഷേ നമ്മൾ ഈ എൻട്രൻസ്, പ്രവേശന പരീക്ഷ, മത്സര പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ യു ഷുഡ് ബി കൺസിസ്റ്റൻറ്റ്. ഓക്കെ, നമ്മൾ ഒരു ഡെയിലി ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് സമയം മാറ്റി വെച്ച് നിങ്ങൾ പഠിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എൻട്രൻസിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ക്രാക്ക് ചെയ്ത് നല്ലൊരു എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ എൻട്രൻസ് ക്രാക്ക് ചെയ്ത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. അത് പ്രോപ്പറായിട്ട് അവർ ഡെയിലി ബേസിസിൽ ഇത്ര സമയം മാറ്റി വെച്ചിട്ട് അവർ ഇരുന്നുകൊണ്ട് തന്നെയാണ് അവരവിടെ എത്തിയത്. അല്ലെന്ന് പറയുന്നവർ അവർ നുണ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനു വേണ്ടി സമയം മാറ്റി വെച്ച് കൃത്യമായിട്ട് കൺസിസ്റ്റൻസി. നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ 5 മണിക്കൂർ പഠിക്കുന്നില്ല, അത് ഡെയിലി നിങ്ങൾ 5 മണിക്കൂർ പഠിക്കണം. എല്ലാ ദിവസവും പഠിക്കണം. ഒരു ദിവസം നിങ്ങൾ 10 മണിക്കൂർ പഠിച്ചു, അടുത്ത ദിവസം പഠിച്ചില്ല, പിന്നത്തെ ദിവസം ഒരു 2 മണിക്കൂർ പഠിച്ചു. അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. ഇഫ് യു ഡു സംതിങ്, ഡു ഇറ്റ് റെഗുലർലി. അങ്ങനെ റെഗുലർലി ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്കൊരു ടൈം ടേബിൾ വേണം, നിങ്ങൾക്കൊരു ഷെഡ്യൂൾ വേണം. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു എൻട്രൻസിന് തയ്യാറെടുക്കുന്ന കുട്ടിക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഷെഡ്യൂൾ. നിങ്ങളൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക. ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന സബ്ജക്റ്റ് ഇത്ര സമയം മാറ്റി വയ്ക്കുന്നു, ന്യൂസ് പേപ്പർ റീഡിങ്ങിന് ഇത്ര നേരം, മറ്റേ ഇംഗ്ലീഷ് വേർഡ്സ് പഠിക്കുക ഇത്ര നേരം. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ എന്തിനാ പ്രോപ്പർ ടൈം നിങ്ങൾ മാറ്റി വിടണം. അപ്പോൾ ആ ഷെഡ്യൂള് നിങ്ങൾ, ഇപ്പോൾ ഷെഡ്യൂളൊന്നും 100% ആരെ കൊണ്ട് ഫോളോ ചെയ്യാൻ പറ്റില്ല, അതൊക്കെ ശരിയാണ്. ബട്ട് ഒരു 70 to 80% നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ ഡെഫിനറ്റ്ലി റിസൾട്ട്സ് വിൽ കം ടു യു. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ കൺസിസ്റ്റൻസിയാണ് കീ. എൻട്രൻസിന് സക്സീഡ് ചെയ്യണമെങ്കിൽ കൺസിസ്റ്റൻസിയാണ് കീ. അടുത്തത് നമ്മുടെ മെൻറ്റാലിറ്റിയാണ്. ഓക്കെ, നമ്മൾ എന്ത് കാര്യത്തിന് നമ്മൾ ഇറങ്ങുമ്പോഴും നമ്മൾ അതിൽ ജയിക്കുമോ എന്നുള്ള കാര്യം നമ്മുടെ മെൻറ്റാലിറ്റിയാണ് തീരുമാനിക്കുന്നത്. നമ്മൾ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യവും നമ്മൾ നല്ലൊരു മൈൻഡോടെയാണ് നമ്മൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ എന്ത് തല പോയിട്ടാലും നേടിയെടുക്കുന്നതാണ് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കത് കിട്ടും. നമുക്ക് എപ്പോഴും ഒരു ബീസ്റ്റ് മെൻറ്റാലിറ്റി, എന്തും എന്നെ കൊണ്ട് പറ്റാത്തതായി ഒന്നുമില്ല, ആ ഒരു മെൻറ്റാലിറ്റിയോടെ വേണം നമ്മൾ ജീവിക്കാൻ. നിങ്ങൾ എൻട്രൻസിന് തയ്യാറാക്കുന്നു, എയിം ഫോർ ടോപ്പ് 10. ഞാൻ എന്തായാലും ആദ്യത്തെ 10 ഓക്കെ, ഓൾവേസ് എയിം ദ ടോപ്പ്. അപ്പോൾ ഞാനുള്ള ആദ്യത്തെ വേണ്ട, ഫസ്റ്റ് റാങ്കിൽ ഞാൻ എത്തും. ആ രീതി നിങ്ങൾ അത്ര മെൻറ്റാലിറ്റിയോട് നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. ഈ ഒരു പാത്തിൽ നിങ്ങൾക്ക് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, ഒരുപാട് കളിയാക്കലുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് പിന്നോട്ട് വലിക്കുന്ന ഒരുപാട് ഈവൻറ്റ്സ് നിങ്ങളുടെ ലൈഫിലുണ്ടാവും. ബട്ട് അതൊന്നും നമ്മുടെ സ്റ്റഡീസിനെ അഫക്റ്റ് ചെയ്യരുത്. ഓക്കെ, അതൊക്കെ ആ ഒബ്സ്റ്റക്കിൾസും അല്ലെങ്കിൽ ഇത് വരുന്ന ഈ ബിഗ് മൗണ്ട്സ് എന്താ പറയുക, വെറുതെ ഓരോരുത്തരും ഇതൊക്കെ പറയാം. അതൊക്കെ ഇതന്നെ പറയാം, 2 ചെവിയുണ്ട്, ഒരു ചെവി കൂടെ കേൾക്കാം, മറ്റേ ചെവി കൂടെ വിടാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മൾ നമ്മുടെ വർക്കിൽ ഫോക്കസ് ചെയ്യുക, നമ്മുടെ എബിലിറ്റിയിൽ നമ്മൾ വിശ്വസിക്കുക, ബി കോൺഫിഡൻറ്റ്. നമ്മുടെ എബിലിറ്റിയിൽ എന്നെക്കൊണ്ട് ഇത് പറ്റും, എന്നെക്കൊണ്ട് പറ്റാത്തതായി ഒന്നുമില്ല, ആ ഒരു മൈൻഡിൽ, ഒറ്റ മൈൻഡിൽ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. കാരണം മെൻറ്റാലിറ്റി എന്ന് പറയുന്ന സാധനം മെയിൻ ആയിട്ടുള്ള കാര്യം. നമുക്ക് എത്രത്തോളം നോളേജ് ഉണ്ട്, നമുക്ക് എത്രത്തോളം സ്കില്ലുണ്ട്, നമ്മുടെ മെൻറ്റാലിറ്റി മോശമാണ്, നമ്മൾ എവിടെ എത്താൻ പോകില്ല. സോ മെൻറ്റാലിറ്റി ഈസ് ദ കീ. ഞാൻ ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ ആദ്യത്തെ 10-ൻ്റെ ഉള്ളിൽ ഞാൻ എത്തും, ആദ്യത്തെ 10 റാങ്കിലേക്ക് എത്തും, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എനിക്ക് ഇഷ്ടമുള്ള കോളേജിൽ ഞാൻ കയറും. ആ ഒരു മൈൻഡിൽ നിങ്ങൾ പഠിക്കുക. മെൻറ്റാലിറ്റി ഈസ് ദ കീ ഗൈസ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു പാർട്ട് വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ബാക്കി നമ്മൾ അടുത്ത പാർട്ട് വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. സോ ഗൈസ് വെയിറ്റ് ഫോർ ദ കണ്ടന്റ്. അപ്പോൾ ഈ കണ്ടന്റൊക്കെ ഹെൽപ്ഫുൾ ആയെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഗൈസ് ബെസ്റ്റ് വിഷസ്, നിങ്ങളെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. അപ്പോൾ ഡ്രീം ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ലൈഫിൽ ഏറ്റവും എന്താ പറയുക, ഒട്ടും കുറയാതെ വേണ്ട ഒന്ന് ഡ്രീംസ് ആണ്. നിങ്ങൾ ഡ്രീം ചെയ്യുക, നിങ്ങൾ ഡ്രീംസിന് വേണ്ടി വർക്ക് ചെയ്യുക. ഓക്കെ ഗൈസ്, താങ്ക് യു.